Hi dears, welcome back to my channel. ഇന്നത്തെ റെസിപ്പി സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള എഗ്ലെസ് ബനാന ചോക്കോനട്ട് കപ്പ് കേക്ക് ആണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കപ്പ് കേക്ക് ആണിത്. കപ്പ് കേക്ക് ചെയ്യാനായിട്ട് ഇലക്ട്രിക് ബീറ്ററിന് പകരം ഹാൻഡ് വിസ്കും സ്പാച്ചിലയുമാണ് ഉപയോഗിക്കുന്നത്. കപ്പ് കേക്ക് മിക്സ് തയ്യാറാക്കുന്നതിന് മുൻപ് കപ്പ് കേക്ക് പാനിൽ കപ്പ് കേക്ക് ലൈനേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനുശേഷം അവൻ 350 ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് പഴം നന്നായി സ്മാഷ് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് വലിപ്പം കൂടിയ ഒരു ബൗളിൽ 1.5 കപ്പ് ആൾ പർപ്പസ് ഫ്ലവറിനോടൊപ്പം 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യുക. ശേഷം മാവ് നന്നായിട്ട് അരിച്ചെടുക്കുക. മാവ് അരിച്ചു വെച്ചതിന് ശേഷം ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വലിപ്പം കൂടിയൊരു മിക്സിംഗ് ബൗൾ എടുക്കുക. എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് യോഗേർട്ട് ചേർക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ യോഗേർട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യുക. വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന യോഗേർട്ടിലേക്ക് 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുക. പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനായിട്ട് ചേർക്കാതെ ആദ്യം പകുതി ചേർക്കുക. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിംഗ് കുറച്ചുകൂടെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് പൗഡേർഡ് ഷുഗർ ഒരു പ്രാവശ്യം അരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. 2 തൊട്ട് 3 മിനിറ്റ് വരെ നല്ല വേഗത്തിൽ വിസ്ക് ചെയ്യുക. ഓയിൽ നന്നായിട്ട് യോഗേർട്ടും പൗഡേർഡ് ഷുഗറുമായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണയായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബാറ്റർ ഇപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. 3rd ബാച്ച് ഫ്ലവർ ചേർക്കുന്നതിന് മുൻപായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന പ്യൂരി ചേർത്ത് മിക്സ് ചെയ്യുക. ആദ്യം 2 തവണ ചേർത്ത് കഴിഞ്ഞല്ലോ മാവ്. ഇനി 3ാമത്തെ തവണ മിക്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 1 ടീസ്പൂൺ മാവ് മാറ്റിവെക്കുക. ബാറ്റർ സോഫ്റ്റ് ആകാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ വാം മിൽക്ക് കൂടെ ചേർക്കുക. നേരത്തെ മാറ്റിവെച്ച 1 ടീസ്പൂൺ മാവില് ക്രഷ്ഡ് കാഷ്യൂ നട്ട്സ് ചേർത്ത് നമ്മുടെ ബാറ്ററിലോട്ട് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. കാഷ്യൂ നട്ട്സ് എത്ര വേണോ നിങ്ങൾക്ക് ബാറ്ററിൽ ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ആണ് ചേർത്തിരിക്കുന്നത്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്റർ കപ്പ് കേക്ക് ലൈനേഴ്സിൽ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കപ്പ് കേക്ക് ലൈനേഴ്സിന്റെ 2/3 പോർഷനാണ് ഫില്ല് ചെയ്യേണ്ടത്. 2/3 പോർഷൻ എന്ന് പറയുന്നത് ഹാഫും കുറച്ചുകൂടെ വരുന്നൊരു മെഷർമെന്റ് ആണ്. എന്നാൽ 1/4 ഭാഗത്തോളവും വരില്ല. അതിന് താഴെയായിട്ട് നിൽക്കുന്നൊരു അളവാണ്. കപ്പ് കേക്കിന്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ബാറ്ററിലും മിക്സ് ചെയ്യാവുന്നതാണ്. കപ്പ് കേക്ക് പാൻ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. 350 ഫാരൻഹീറ്റിൽ 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. 12 അല്ലെങ്കിൽ 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായെന്ന്. 3 to 5 മിനിറ്റ്സ് കപ്പ് കേക്ക് കൂളാകാനായിട്ട് വെക്കുക. അതിനുശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക.